സ്വർണം മലയാളിക്ക് താങ്ങാവുന്നതിലപ്പുറമാകുമോ? പഴയ സ്വർണം തേടി പോകുന്നവർക്കും നിരാശയാണ് ഫലം. ബാങ്കുകൾ വഴി തങ്കം ആവശ്യത്തിന് ലഭിക്കാതായതോടെ ചെറുകിട ജ്വല്ലറികൾ പഴയ സ്വർണം വിൽക്കാനെത്തുന്നവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിപണി വില കുറയ്ക്കാതെ തന്നെയാണ് പലരും അത്തരം സ്വർണം വാങ്ങുന്നത്. നേരത്തെ സ്വർണ്ണാഭരണം വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ തിരിച്ചു നൽകിയാൽ ഗ്രാമിന് 10 രൂപ മുതൽ 2% വരെ വില കുറച്ചാണ് എടുത്തിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ തങ്കത്തിന് ആവശ്യകത കൂടിയതോടെ വിപണിയിൽ ആവശ്യത്തിന് സ്വർണം ലഭിക്കുന്നില്ല. GST അടക്കമുള്ള കടമ്പകൾ കടന്ന് തങ്കം വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ പഴയ സ്വർണം വാങ്ങി ഉരുക്കി തങ്കമാക്കാൻ കഴിയും. ഇതാണ് വ്യാപാരികളെ ഈ വഴിക്ക് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പഴയ സ്വർണം വാങ്ങുന്നത് ഇപ്പോൾ സ്വപ്നമായി മാറി. ബുക്കിംഗ് കാലയളവിലെ കുറഞ്ഞ വിലയിൽ സ്വർണം നൽകാമെന്ന് ഉറപ്പു നൽകി ചെറിയ തുകയ്ക്ക് വലിയ അളവിൽ സ്വർണ്ണാഭരണം നൽകാമെന്നേറ്റ ജ്വല്ലറി ഉടമകൾ ഇപ്പോൾ ആശങ്കയിലാണ്. വാഗ്ദാനം പാലിക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ വിലയ്ക്ക് സ്വർണം വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച ബിസിനസ് നടത്തുന്ന ജ്വല്ലറികൾ ഏറെയുണ്ട്. അത്തരം ജ്വല്ലറികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്.